ഹലോ ഗൈസ്, വെൽക്കം ടു അജീസ് ട്രാവൽ വ്ലോഗ്സ്. ഇന്ന് സത്യം പറഞ്ഞാൽ നല്ല തണുപ്പും ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആണ് വെളിയിൽ. നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് മഴയെന്ന് പറഞ്ഞത്. മഴയെന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഞാനും ജിതിനും കൂടെ ഇവിടെ നമ്മുടെ ഹാഗ്ലി സൗത്ത് പാർക്കിൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ അതിൻ്റെ പേര് ഹാഗ്ലി ഓവൽ അല്ലേ? ഹാഗ്ലി ഓവൽ എന്നാണ് എൻ്റെ പേര്. സോ വെൽക്കം ടു അജീസ് ട്രാവൽ വ്ലോഗ്സ്. ഇത് കണ്ടോ, വൈകുന്നേരം ഞങ്ങൾ വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇത് റിക്കർട്ടൺ എന്ന് പറഞ്ഞ ഏരിയയിൽ നമ്മളൊരു ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല ട്രാഫിക്കും മുകളിലൊക്കെ ഉണ്ടല്ലേ, ക്ലൗഡ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളങ്ങി നിൽപ്പുണ്ട്. അപ്പം ഞങ്ങളിത് ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റോപ്പ് കേട്ടോ. അപ്പോൾ നമ്മളിവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം. ഇത് ഇവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ ഒരു അകമാണ്. ഇതുണ്ടോ, മെട്രോ. ഇതിൽ അത്യാവശ്യം ബസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ബസ് റൂട്ടും കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് ഓൾമോസ്റ്റ് എത്തി. ബസ് സ്റ്റേഷനുണ്ടോ, നമ്മുടെ ബസ് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി. ഇപ്പം ഞങ്ങൾ അവിടെ നിന്ന് കയറിയപ്പം നല്ല ഒരു മൂഡല്ലായിരുന്നു. ഇപ്പം അവിടെ നിന്ന് ഞങ്ങൾ ആക്ച്വലി ഒരു 7-8 മിനിറ്റ്സല്ലേ ട്രാവൽ ചെയ്തുള്ളൂ. 8 മിനിറ്റ്സിനുള്ളിൽ ഇതേ കണ്ടില്ലേ, അടിപൊളി വെയിലായി. അപ്പം നമ്മളിങ്ങനെ നമുക്കിവിടെ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ക്രോസ് ചെയ്യണം. നമ്മുടെ ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് അങ്ങോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം. അവസാനം നമ്മുടെ ഹാഗ്ലി ഓവൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് നമ്മളെത്തി. ഇതുണ്ടോ, ഇത് കാപ്പാക്കാ. ഗേറ്റ് ക്ലോസ് അറ്റ് 6:30. ഇതെല്ലാം ഒരു ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം. ഹാഗ്ലി പാർക്ക് നമ്മുടെ ഇവിടുത്തെ ഒരു മെയിൻ ഒരു ഏരിയ കവർ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മുടെ ഈ ക്രിക്കറ്റ് കാണുന്നവർക്കറിയാം, ഇത് ന്യൂസിലാൻഡിലെ വൺ ഓഫ് ദ ഫേമസ് ക്രിക്കറ്റ് സ്റ്റേഡിയമാണ്. നമ്മളിപ്പം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്ലേയേഴ്സും എല്ലാവരും നടന്നു പോയിക്കൊണ്ടിരുന്ന വഴികളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇവിടെയൊക്കെ ആക്ച്വലി ഇരുന്നിട്ടേക്ക് ആൾക്കാർ കളി കാണുന്നതൊക്കെ കണ്ടോ. ഇതോ, ഓ അതൊക്കെ എവിടെ, അവിടെ ആയിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ആക്ച്വലി ക്രിക്കറ്റ് സ്റ്റേഡിയം തന്നെ അങ്ങോട്ട് കയറുക. ഓ അടിപൊളി വ്യൂ അല്ലേ. ഓ ഇത് കിടിലൻ ക്രിക്കറ്റ് സ്റ്റേഡിയമാണേ. ഓ അടിപൊളി. ഞാനും ജിതിനും കൂടെ ഇറങ്ങിയതാണ് കേട്ടോ. ചുമ്മാ ജിതിൻ എനിക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ജിതിന് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞ് ജിതിൻ വന്നപ്പോഴത്തേനും നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പെട്ടെന്ന് മഴയൊക്കെ മാറിയപ്പോഴത്തേനെ ആ ക്ലൗഡ്സിൻ്റെ ഒക്കെ ഭംഗിയുണ്ടല്ലേ. അവിടെയാണ് നമ്മുടെ ഡ്രസ്സിങ് റൂം കാര്യങ്ങൾ എല്ലാം, ആൾക്കാരൊക്കെ ഇരിക്കുന്നത്. നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. ഓ ക്രിക്കറ്റ് സ്റ്റേഡിയം, അത് അമ്പയേഴ്സ് ആൻഡ് സ്കോറേഴ്സ് അസോസിയേഷനാണ്. തൊട്ടപ്പുറത്തൊരു ക്രിക്കറ്റ് ക്ലബ്ബാണ്, സെൻറ്റ് ആൽബൻസ് ക്രിക്കറ്റ് ക്ലബ്ബ്. നമ്മൾ ഇവിടെയൊക്കെയാണ് ആൾക്കാരൊക്കെ ഇരുന്ന് ക്രിക്കറ്റ് കാണുന്നത്. അവിടെ ആക്ച്വലി കുറേ ആൾക്കാർ ഇരുന്ന് ക്രിക്കറ്റ് കാണാനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ശരിക്കും ആൾക്കാരൊക്കെ ഇരുന്ന്. ആകെ കൂടെ ഇവിടെ സീറ്റിംഗ് ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ എല്ലാ ആൾക്കാരും ചുമ്മാ ഇരുന്ന് ക്രിക്കറ്റ് കാണുന്ന സ്ഥലം. ഇതുണ്ട്, അതിൻ്റെ ചുറ്റും ഉള്ള സ്ഥലങ്ങളിലൊന്നും ചെയർസോ കാര്യങ്ങളൊന്നും ഇല്ല. വേണമെങ്കിൽ ആൾക്കാർക്ക് വന്ന് ചെയറൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സുഖമായിട്ടിരുന്ന് ക്രിക്കറ്റ് കാണാം. അങ്ങനെയാണ്. ഈ ഒരു ഹാഗ്ലി ഓവൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടല്ലോ, 1867 ഇവർ ഫസ്റ്റ് മാച്ച് ഇവർ പ്ലേ ചെയ്തത്. ഇത് ഇവിടുത്തെ കാൻറ്റർബറി ഇവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷനും ഒട്ടാഗോ ക്രിക്കറ്റ് അസോസിയേഷനും തമ്മിലായിരുന്നു ഫസ്റ്റ് മാച്ച് ഉണ്ടായിരുന്നത്. ഇപ്പം നമ്മളുള്ളത് ഹാഗ്ലി പവലിയനിലാട്ടോ.
ഇവിടെയാണ് നമ്മുടെ എല്ലാ പ്ലെയേഴ്സും ഇരിക്കുന്നതും. ആക്ച്വലി ഇവിടുത്തെ ടിക്കറ്റ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ജസ്റ്റ് നോക്കിയപ്പം അറൗണ്ട് $600 ആണ് ഇവിടുത്തെ ഒരു സീറ്റിനുള്ള റേറ്റ്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. സ്റ്റിൽ $600 ഇസ് ടു മച്ച് ഒരൊറ്റ സീറ്റിന്. പിന്നെ ബാക്കിയുള്ളത് ഇത് ആക്ച്വലി നമ്മുടെ ഇത് കറക്റ്റാണോന്ന് അറിയില്ല. ഇപ്പം $30 ഉള്ളൂ മറ്റേ ബാക്കിയുള്ള ഈ ഏരിയാസിലൊക്കെ ഇരുന്ന് കാണാനൊക്കെ ആയിട്ട്. പിന്നെ സ്റ്റുഡൻസിന് എന്തോ ഡിസ്കൗണ്ട് ഉണ്ട് $20. ഇങ്ങനെയൊക്കെ നെറ്റിൽ കണ്ടു. നമുക്ക് ഉറപ്പില്ല, മേ ബി പ്രോപ്പർ ഇൻ്റർനാഷണൽ മാച്ചസ് ഒക്കെ വരുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും റേറ്റ്. ലാസ്റ്റ് മാച്ച് ഇന്ത്യ ആയിട്ട് ഈ അടുത്ത കളി കഴിഞ്ഞാൽ, ലൈക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 മാസം മുമ്പ് November 30 ഇവിടെ ലാസ്റ്റ് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിലുള്ള ലാസ്റ്റ് മാച്ച്, ലൈക്ക് ഇന്ത്യയുടെ ലാസ്റ്റ് മാച്ച് ഇവിടെ കടന്നത്. ഇനിയിപ്പം ഇപ്പം എന്തോ ശ്രീലങ്കയുടെ മാച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ഇപ്പം ഓരോ സീരീസും കാര്യങ്ങളൊക്കെ വരുമായിരിക്കും. ഇപ്പം ഫുള്ളി കൺട്രിയിലുള്ളത് എല്ലാം കംപ്ലീറ്റ് റീ ഓപ്പൺ ചെയ്തുകൊണ്ട്, ബോർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ്ലി റീ ഓപ്പൺ ചെയ്തുകൊണ്ട് മേ ബി മോസ്റ്റ് പ്രോബബ്ലി ഇഷ്ടം പോലെ മാച്ചസൊക്കെ വരുമായിരിക്കും. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ദിവസം വന്ന് മാച്ചൊക്കെ കാണാം. ഇത് ശരിക്കും പറഞ്ഞൊരു പ്രൗഡ് മൊമെൻ്റ് കേട്ടോ. കാരണം ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർക്കുണ്ടല്ലോ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പണ്ട് തൊട്ടേ ക്രിക്കറ്റിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുമെന്നുള്ളത് തന്നെ ഒരു ഭയങ്കര സംഭവമാണ്. ഇതുണ്ടല്ലോ, ഇവിടെയാണ് ആ മെയിൻ പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഉണ്ടോ. ഇതാണ് ആ പവലിയനെ. അപ്പോൾ ഈ സീറ്റ്സൊക്കെ ഇങ്ങനെയാണ്, ഫോൾഡബിൾ സീറ്റ്സാണ്. കമൻട്രി ബോക്സോ ഇവിടെ? ഓ അടിപൊളി. ഓ ഇതാണ് കമൻട്രി ബോക്സ് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഉള്ള കമൻട്രിയും കാര്യങ്ങളൊക്കെ അവർ ഇവിടുന്നാണ് പറയുന്നതുമെല്ലാം. ആ ഒരു ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടോ, ആ പിച്ച് ഇവിടെയാണ് കണ്ടോ, ആ വൈറ്റ് കാണുന്നതാണ് ആ പിച്ച് കേട്ടോ. ഓ അടിപൊളി. നല്ല അത്യാവശ്യം വലിയ ഗ്രൗണ്ടെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അത്ര ചെറിയ ഗ്രൗണ്ടൊന്നും അല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ് കേട്ടോ. അടിപൊളി ഗ്രൗണ്ടാണ്. നെക്സ്റ്റ് ടൈം ഒരു ക്രിക്കറ്റ് മാച്ച് ഉള്ളപ്പോൾ ഡെഫിനറ്റ്ലി വന്ന് ഇവിടുന്ന് കളി കാണുന്നതാണ്. കാരണം നമുക്ക് കാണാൻ പറ്റുന്ന കുറേ, ഞാൻ നാട്ടിൽ വെച്ച് നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്, എന്നാലും സ്റ്റിൽ ഇങ്ങനെ ഇവിടെ വന്ന് കാണുന്നതിൻ്റെ ഒരു ഭംഗി വേറെയല്ലേ. ആൾക്കാർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളും കുറേയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മേ ബി സ്റ്റേഡിയത്തിൽ വരുന്നവർക്കുള്ള കാർ പാർക്കിങ്ങും സ്റ്റേഡിയത്തിലെ ഓഫീസിൻ്റെ ആൾക്കാർക്കുള്ള പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിലെല്ലാം ഉണ്ട് പാർക്കിംഗ്. എനിവേ ഇതൊരു അടിപൊളി അനുഭവമാണ്. നമുക്ക് ഈ ഒരു സ്റ്റേഡിയം വന്ന് കാണാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് അടിപൊളിയല്ലേ. നമ്മൾ ഹാഗ്ലി ഓവൽ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് നമ്മൾ പതുക്കെ നടന്ന് ഇവിടുത്തെ പാർക്കൊക്കെ ഒന്ന് പറ്റുവാണെങ്കിൽ ഒന്ന് കാണാൻ പറ്റുമെന്ന് നോക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു പാർക്കൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഭയങ്കര ഈ ഫുൾ ഗ്രീനറിയും കാര്യങ്ങളൊക്കെ ആയിട്ടേ നല്ല ഭംഗിയാണ്. ജിതിനാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇങ്ങനെ ഈ വ്യൂ ഒക്കെ കണ്ടില്ലേ, നല്ല രസമല്ലേ, എന്ത് ഭംഗിയാണ്. ആൾക്കാർ ഇവിടെ സൈക്കിൾ ഓടിക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ യൂഷ്വൽ കാർ പാർക്കിംഗ്, അത് റോഡ്. ഇവിടെ മെയിൻലി ആൾക്കാർ ഇവിടെ ഒരു റീക്രിയേഷൻ ഒക്കെ ആയിട്ട് ഈ ഒരു പാർക്ക് അതിനു വേണ്ടി പണിതാണ്ടോ. ആൾക്കാർ സൈക്കിൾ ഓടിച്ച് വരുന്നു, കാറുകൾ വരുന്നു. നമുക്ക് ആക്ച്വലി അങ്ങോട്ട് കുറേ നടക്കാം. ഇവിടുത്തെ മരങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്ത് ഹ്യൂജ് മരങ്ങളാണെന്നറിയോ. പിന്നെ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ ചെടികളുടെയൊക്കെ ഇലകളൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലത്തെ ഇലകളൊന്നുമല്ല, ഭയങ്കര ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലയാണ്. അപ്പം ഈ ഒരു മരത്തിൻ്റെ ഇലയാണെങ്കിൽ പോലും നല്ലൊരു ഭംഗിയുള്ളൊരു ഇലയാണ് കണ്ടോ. വേറെ ടൈപ്പ് ഓഫ് ഇല കണ്ടില്ലേ, നല്ല രസമാണോ. ഇവിടെ ഫുള്ള് ചെടികളെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇത് ആ മരത്തിൻ്റെ തന്നെ സെയിം ഇതാണോ, വളരെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലകളാണ്. എന്ത് ഭംഗിയാണെന്നറിയോ, നടന്നു വരാനൊക്കെ എന്ത് രസമാണെന്നറിയോ. ഇവിടെ അടിപൊളിയാണ്. അത് നമ്മുടെ ഗ്രൗണ്ട് ഹാഗ്ലി ഓവൽ പാർക്ക്. അപ്പോൾ സത്യം പറഞ്ഞ ഒരു ഭയങ്കര അനുഭവമാണ്. കാരണം ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ, ക്രിക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനത്തെ പാർക്കുകളും ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ കാണാൻ വരാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എനിവേ ഇപ്പം ഇവിടെ സമ്മർ സീസണാണ്. സമ്മർ സീസണിൽ 2 ദിവസമായിട്ട് നല്ല മഴയായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഒരു 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു രാവിലെയൊക്കെ. ഇപ്പോൾ എത്രയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു വൈകുന്നേരം 5-6 മണി ആവാറായി.
ഇപ്പോഴാണൊന്ന് വെയിലായത്. കാരണം ആക്ച്വലി ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് പൊളിയാണ് കേട്ടോ. കാരണം കറക്റ്റ് 5 മണിയാകുമ്പം മഴ കഴിയുമെന്ന് പറഞ്ഞു. കറക്റ്റ് 5 മണിയാകുമ്പോൾ മഴ കഴിയും. അതും കറക്റ്റ് ഒരു 5-10 മിനിറ്റ്സിൻ്റെ ഡിഫറൻസിനുള്ളിൽ മഴയൊക്കെ കഴിഞ്ഞ് ഇത് വൈകുന്നേരം വെയിലായി. അടിപൊളി. ഇവിടുത്തെ വെതർ ഫോർകാസ്റ്റ് പൊളിയാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനെയൊക്കെ കണ്ടില്ല. ഇപ്പം സമ്മർ സീസണാണ്. ഇവിടെ സ്പ്രിങ് സീസൺ ആകുമ്പോൾ എന്ത് രസമായിരിക്കും എന്നറിയോ. അപ്പം ഈ ഒരു നമ്മളെ പുറകിലുള്ള വഴികളൊക്കെ സ്പ്രിങ് സീസൺ ആകുമ്പോഴത്തേന് നല്ല രസമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്ത് വരാം കേട്ടോ. അടിപൊളിയായിരിക്കും ആ സമയത്തൊക്കെ. ഇപ്പം തന്നെ കണ്ടില്ലേ, അയ്യോ എന്ത് ഭംഗിയാ. ഇപ്പം തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നമ്മുടെ സ്റ്റേഡിയം അവിടെയാണ്. ഇത് ആക്ച്വലി ഇവിടെ കുറേ എൻട്രൻസ് ഉണ്ട്. ഇവിടെ പല സ്റ്റേഡിയംസ് ഉണ്ട്. ഇവിടെ റഗ്ബി സ്റ്റേഡിയം ഉണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയമാണിത്. ഇപ്പുറത്ത് എനിക്ക് തോന്നുന്നു റഗ്ബിയുടെ സ്റ്റേഡിയം ആണെന്ന് തോന്നുന്നു. അങ്ങനെ കുറേ ഇപ്പം ഈ സ്പോർട്സ് ആൻഡ് റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനുള്ള കുറേ സ്പേസസ് ആണ് ഇതെല്ലാം. ഇത് ഇവിടുത്തെ റഗ്ബി സ്റ്റേഡിയം ആണ് കേട്ടോ. നമ്മൾ ഇങ്ങോട്ട് ചുമ്മാ കയറിയതാണ്. അടിപൊളി. ഇവിടുത്തെ ഈ ഫുള്ള് ഇവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നുണ്ട്. എന്ത് രസമാണ്. ഫുള്ള് മരങ്ങളുടെയൊക്കെ ഇലയൊക്കെ കൊഴിയുന്നുണ്ടോ. എത്രത്തോളം ക്ലിയർ ആണെന്നുള്ളത്. ഇത് ഫുള്ള് ഫുട്ബോൾ സോക്കർ ഒരു സ്റ്റേഡിയം ആണേ. ആക്ച്വലി ക്രൈസ്റ്റ് കോളേജിൻ്റെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുട്ബോൾ ഉണ്ട്, റഗ്ബി ഉണ്ട്, ഫുട്ബോൾ സ്റ്റേഡിയം എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഇത് ഒറ്റ ഒരു ഏരിയക്കകത്തായിരിക്കും റഗ്ബി സ്റ്റേഡിയം, ഫുട്ബോൾ സ്റ്റേഡിയം എല്ലാം. ഇത് നമ്മുടെ ഹാഗ്ലി സൗത്ത് പാർക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. അതിൻ്റെ അകത്തുള്ള നമ്മുടെ ക്രിക്കറ്റ് സ്റ്റേഡിയവും ഫുട്ബോൾ സ്റ്റേഡിയം ഇവിടെ അടുത്തുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഞാനിവിടെ അടുത്ത് വന്നപ്പോഴാണ് ഫുട്ബോൾ സ്റ്റേഡിയം കണ്ടത്, റഗ്ബി സ്റ്റേഡിയം കണ്ടത്. ആക്ച്വലി നമ്മുടെ ഫോക്കസ് ഇന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയം ആയിരുന്നു, ഹാഗ്ലി ഓവൽ സ്റ്റേഡിയം. അപ്പം സോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇഷ്ടം പോലെ കാഴ്ചകളായിട്ട് ഇനിയും ഞാൻ എൻ്റെ ഓരോരോ വീഡിയോകളായിട്ട് ഞാൻ ഇനി വരുന്നുണ്ട്. So wait for all those videos, and thank you so much for watching my vlog, and bye from Ajin Star Vlogs, and bye from New Zealand.